യുഎസ് ഇറാൻ യുദ്ധത്തിൽ റഷ്യയുടെ അപ്രതീക്ഷിത ഇടപെടൽ. ടെഹ്റാനിൽ റഷ്യയുടെ സാന്നിധ്യം ശക്തമാകുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാന്റെ ആണവ നിലയം ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഭീഷണി അമേരിക്കയ്ക്കെതിരെ മുഴക്കിയതിന് പിന്നാലെ അപകടകരമായ യുദ്ധവിമാനം ഇറാനിലേക്ക് അയച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇതോടുകൂടി തന്നെ ഇറാനെ രക്ഷിക്കാൻ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പുടിന്റെ വരവാകട്ടെ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനെയും ഒരേപോലെ തന്നെയാണ് ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിശ്വസ്തവും അതിശക്തവുമായ ഡുംസയുടെ അഥവാ ശത്രുവിന്റെ അന്ത്യദിനം കുറിക്കുന്ന വിമാനം എന്ന് പേരുകേട്ട ടുപോളേവ് Tu-214 PU എന്ന വിമാനമാണ് റഷ്യ ഇപ്പോൾ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റഷ്യ ആരുടെ പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സന്ദേശം കൂടി ഇവിടെ പുറത്തു വരികയാണ്. മാത്രമല്ല, പൂർണ്ണമായും റഷ്യ ഇറാനെ പിന്തുണയ്ക്കുകയും യുദ്ധത്തിൽ അവർക്കൊപ്പം പങ്കുചേരുകയുമാണ്. ഈ ഒത്തുചേരൽ ആഗോള തലത്തിൽ തന്നെ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഷ്യയുടെ ശത്രുവിന്റെ അവസാന ദിനം കുറിക്കുന്ന ഈ വിമാനം അത് അയച്ചതിന്റെ പൊരുൾ എന്താണ് ഇപ്പോൾ എല്ലാവരും ചോദ്യമായി ഉയർത്തുന്നത്. റഷ്യ ഒരു പരോക്ഷ നിലപാടല്ല, ഇറാന് അനുകൂലമായ ശക്തമായ നിലപാട് തന്നെയാണ് റഷ്യ എടുത്തിരിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് ഈ റഷ്യൻ വിമാനം ലാൻഡ് ചെയ്തത് എന്നതാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം പുറത്തുവരുന്ന വാർത്ത. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ മിസൈൽ ആക്രമണം നടത്തുകയും ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കുന്നതായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ അമേരിക്കയ്ക്ക് നികുതി നൽകണമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റഷ്യയുടെ ഇത്തരം ഒരു നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ പോലും ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ നിയന്ത്രിക്കാൻ പുടിനും റഷ്യൻ സൈനിക തലവന്മാർക്കും അവിടെ വലിയ രീതിയിൽ ഒരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ പാറിപ്പറന്ന് അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കമാൻഡ് പോസ്റ്റാണ് ഈ യുദ്ധവിമാനം. ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഏത് വലിയ ആക്രമണം ഉണ്ടായാൽ പോലും ഈ വിമാനത്തിലെ അതിസുരക്ഷാ ആശയവിനിമയ സംവിധാനങ്ങൾ അതൊരിക്കലും തകരില്ല. റഷ്യ ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് ഈ വിമാനം. വിദേശ രാജ്യങ്ങളുടെ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ഈ വിമാനമാകട്ടെ ശത്രുക്കളുടെ ഒരു പേടി സ്വപ്നമായി തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ ഇറാനിലേക്കുള്ള വരവോടുകൂടി തന്നെ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും അടക്കം ഏകദേശം അവർ ഒരു വലിയൊരു ഞെട്ടലിലൂടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. മാത്രമല്ല, ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്നതാണ് ഇപ്പോൾ മറ്റൊരു ചോദ്യമായി തന്നെ ഉയരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.